നമസ്കാരം. WCS തമിഴ്നാട് സമിതിയും വനിതാവേദിയും നടത്തിവരുന്ന ഓൺലൈൻ രാമായണ പാരായണത്തിന്റെ കൊട്ടാട് സമിതിയാണ് പാരായണം ചെയ്യുന്നത്. ഇതിലേക്ക് സ്വാഗതം ചെയ്യുക എന്ന കർത്തവ്യമാണ് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ളത്. ആദ്യമായി നമ്മുടെ തമിഴ്നാട് ഘടക പ്രസിഡന്റ് ശ്രീ വേണുവേട്ടനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് ഓൺലൈൻ പാരായണം ഈ ഓൺലൈൻ രാമായണ പാരായണത്തിന്റെ മുഖ്യ കർത്താക്കളായ ശ്രീ വിജയേട്ടൻ ചെറുകുന്ന്, ശ്രീ ശിവദാസൻ കോളിമാട്, ശ്രീ രാജേഷ് പാട്ടകൻ എന്നിവരെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി ഇന്നിവിടെ പാരായണം ചെയ്യുന്ന കൊട്ടാടി സമിതിയിലെ ശ്രീമതി പങ്കജാക്ഷി ടീച്ചർ, ശ്രീമതി ശ്രീദേവി, ശ്രീമതി പ്രസീത അവർകളെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി ഇന്നിവിടെ കഥാസാരം നടത്തുന്ന ശ്രീ വനിതാവേദി കേരള ഘടക പ്രസിഡന്റ് സുശീല വരിക്കേരി അവർകളെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ ശ്ലോകം ചൊല്ലുന്ന കുമാരി അനശ്വര പ്രസന്നന് ഈ ഇതിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തവഴിയായി ഇവിടെ ഈ നന്ദി പ്രകാശനം ചെയ്യുന്ന ശ്രീമാൻ ബാലകൃഷ്ണൻ മാസ്റ്റർ അവരുകളെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തവഴിയായി ഇന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പങ്കജാക്ഷി പറക്കൊല്ലിയാണ്. ഇന്ന് പാരായണം ചെയ്യുന്നതിനായി ഞങ്ങൾക്ക് കിട്ടിയ ഭാഗം ആരണ്യകാണ്ഡത്തിലെ കബന്ധഗതി എന്ന ഭാഗമാണ്. അപ്പൊ ഞാൻ പാരായണം തുടങ്ങട്ടെ. ഓം ഹരിശ്രീ ഗണപതായേ നമ. അവിഘ്ന നമസ്തു സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധുർഭവതു മേ സദാ. ശുഭം കരോതി കല്യാണം ആരോഗ്യം ധനസമ്പദാ. ശത്രുബുദ്ധി വിനാശായ ദീപജ്യോതിർനമോസ്തുതേ. കബന്ധസൽഗതി. പിന്നെ ശ്രീരാമൻ സുമിത്രാത്മജനോടും കൂടി കിന്നനായി വനാന്തരം പ്രാപിച്ചു ദുഃഖത്തോടും അന്വേഷിച്ചോരോ ദിശി സീതയെ കാണായികയാൽ സന്നധൈര്യേണ വനമാർഗേ സഞ്ചരിക്കുമ്പോൾ രക്ഷോരൂപത്തോടൊരു സത്യത്തെ കാണായി വന്നു. തൽക്ഷണമേവം രാമചന്ദ്രനുമരുൾ ചെയ്താൻ. നക്ഷസി വദനവും യോജനബാഹുക്കളും ചക്ഷുരാദികളുമില്ലെന്തൊരു സത്വമിതം. ലക്ഷ്മണ കണ്ടായോ നീ കണ്ടോളം ഭയമുണ്ടാം. ഭക്ഷിക്കും ഇപ്പോൾ ഇവൻ നമ്മയെന്നറിഞ്ഞാലും. ഭക്തിയും മൃഗവുമല്ല അത്രയും ചിത്രം ചിത്രം. ഭക്ഷസി വക്രം കാലും തലയുമില്ലതാനും. രക്ഷസ്സു പിടിച്ചുടൻ ഭക്ഷിക്കും മുമ്പേ നമ്മെ രക്ഷിക്കും പ്രകാരവും കണ്ടീല നിരൂപിച്ചാൽ. തൽഭുജ മധ്യസ്ഥന്മാരായതു കുമാരാ നാം കൽപ്പിതം ദാതാവിനാൽ എന്തെന്നാൽ അത് വരും. രാഘവനേവം പറഞ്ഞിടിനോരനന്തരം ആകുലമകന്നൊരു ലക്ഷ്മണനുര ചെയ്താൻ. പോരും വ്യാകുലഭാവം എന്തിന് വിചാരിപ്പാൻ. ഓരോരോ കരം ഛേദിക്കണം നാം ഇരുവരും. തൽക്ഷണം ഛേദിച്ചിതു ദക്ഷിണഭുജം രാമൻ. ലക്ഷ്മണൻ വാമകരം ഛേദിച്ചാനതു നേരം. രക്ഷോ വീരനും അതിവിസ്മയം പൂണ്ടു രാമലക്ഷ്മണന്മാരെ കണ്ടു ചോദിച്ചാൻ ഭയത്തോടെ. മൽഭുജങ്ങളെ ഛേദിച്ചിടുവാൻ ശക്തന്മാരായി ഈ ഭുവനത്തിൽ ആരുണ്ടുമുണ്ടായിലിതിൻ കീഴിൽ. അത്ഭുതകാരന്മാരാം നിങ്ങളാരിരുവരും സൽപുരുഷന്മാരെന്നു കൽപ്പിച്ചിടുന്നേ ഞാനും. ഘോരകാനന പ്രദേശത്തിങ്കൽ വരുവാനും കാരണമെന്തു നിങ്ങൾ സത്യം ചൊല്ലുക വേണം.
ഇത്തരം കബന്ധവാക്യങ്ങൾ കേട്ടൊരു പുരുഷോത്തമൻ ചിരിച്ചുടൻ ഉത്തരമരുൾ ചെയ്തു. കേട്ടാലും ദശരഥനാം അയോധ്യാപതി ജ്യേഷ്ഠനന്ദനനഖം രാമനെന്നല്ലോ നാമം. സോദരനിവൻ മമ ലക്ഷ്മണൻ എന്ന് നാമം. സീതയെന്നുണ്ടു മമ ഭാര്യയായൊരു നാരി. പോയിതു ഞങ്ങൾ നായാട്ടിൻ അതു നേരം. അതിമായാവി നിശാചരൻ കട്ടുകൊണ്ടങ്ങ് പോയാൻ. കാനനം തോറും ഞങ്ങൾ തിരഞ്ഞു നടക്കുമ്പോൾ കാണായി നിന്നെ അതിഭീഷണ വേഷത്തോടും പ്രാണികൾ കൊണ്ടുതവ ചോദിച്ചപ്പോൾ സന്തുഷ്ടാത്മന പറഞ്ഞിടിനാൻ കബന്ധനം. നിന്തിരുവടി തന്നെ ശ്രീരാമദേവനെങ്കിൽ ധന്യനായി വന്നേനകം. നിന്തിരുവടി തന്നെ മുന്നിലാം മാറു കാണായി വന്നൊരു നിമിത്തമായി. ദിവ്യനായിരിപ്പോരു ഗന്ധർവനകം രൂപയൗവനദർപ്പിതനായി സഞ്ചരിച്ചിടും കാലം. സുന്ദരീ ജനമനോധൈര്യവും ഹരിച്ചതി സുന്ദരനായൊരു ഞാൻ ക്രീഡിച്ചു നടക്കുമ്പോൾ അഷ്ടാവക്രനെ കണ്ടു ഞാൻ അപഹസിച്ചതു മുഷ്ടനായി മഹാമണി ശാപവും നൽകിയിടിനാൻ. ദുഷ്ടനായുള്ളൊരു നീ രാക്ഷസനായി പോകുന്നാൻ. ദുഷ്ടനായി പിന്നെ ശാപാനുഗ്രഹം നൽകിയിടിനാൻ. സാക്ഷാൽ ശ്രീനാരായണൻ നിന്തിരുവടി തന്നെ മോക്ഷാൽ ദശരഥ പുത്രനായി ത്രേതായുഗേ വന്നവതരിച്ചു നിൻ ബാഹുക്കൾ അറുക്കുന്നാൾ. വന്നീടുമല്ലോ ശാപമോക്ഷവും നിനക്കെടോ. താപസശാപം കൊണ്ട് രാക്ഷസനായോരു ഞാൻ താപേന നടന്നിടും കാലമങ്ങൊരു ദിനം. ശതമഞ്ഞുവിനെപ്പാഞ്ഞടുത്തേൻ അതിരുഷ. ശതകോടിയാൽ തലയറുത്തു ശതമഖൻ. വജ്രമേറ്റിട്ടും മമ വന്നീല മരണ മതബ്ജ സംഭവൻ മമ തന്നൊരു വരത്തിനാൽ. ബദ്ധ്യനല്ലായിക മൂലം വൃത്തിക്കു മഹേന്ദ്രനും ഉത്തമാംഗത്തെ മമ കുക്ഷീലാക്കിയിടിനാൻ. വക്രപാദങ്ങൾ മമ കുക്ഷീലായ ശേഷം ഹസ്തയുഗ്മവും ഒരു യോജനായതങ്ങളായി വർത്തിച്ചിടുന്നേനത്ര വൃത്തിക്കു ചക്രാജ്ഞയ. സത്വസഞ്ചയം മമ ഹസ്തമധ്യസ്ഥമായാൽ വക്രേണ ഭക്ഷിച്ചു ഞാൻ വർത്തിച്ചേൻ ഇത്ര നാളും. ഉത്തമോത്തമ രഘുനായകാദയാനിതേ. വന്യയും ജലിപ്പിച്ചു ദേഹവും ദഹിപ്പിച്ചാൽ പിന്നെ ഞാൻ ഭാര്യാമാർഗമൊക്കവേ ചൊല്ലിടുവൻ. വേദിനി കുഴിച്ചത് ഇന്ധനങ്ങളുമിട്ട് വീതിഹോത്രനെ ജ്വലിപ്പിച്ചത് സൗമിത്രിയും. തത്രൈവ കബന്ധദേഹം ദഹിപ്പിച്ച നേരം തദ്ദേഹത്തിങ്കൽ നിന്നും മുക്തിതനായി കാണായി. ദിവ്യ വിഗ്രഹത്തോടും മന്മത സമാനനായി സർവഭൂഷണ പരിഭൂഷിതാനായ നേരം രാമദേവനെ പ്രദക്ഷിണവും ചെയ്തു ഭക്ത്യാ ഭൂമിയിൽ സാഷ്ടാംഗമായി വീണുടൻ നമസ്കാരം മൂന്നൊരു ചെയ്തു കൂപ്പിത്തൊഴുതു നിന്നു. പിന്നെ മാന്യനാം ഗന്ധർവനും ആനന്ദ വിവശനായി ഓൾമയിൽ കൊണ്ടു ഗദ്ഗദാക്ഷരവാണികളാം കോമളപദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാം. ഓൾമയിൽ കൊണ്ടു ഗദ്ഗദാക്ഷരവാണികളാം കോമളപദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൻ. കോമളപദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൻ. സ്തുതിച്ചു തുടങ്ങിനാൻ. ജയ് ശ്രീറാം. കബന്ധസ്തുതി. നിൻ തിരുവടിയുടെ തത്വമതിരൂപത്വം ചിന്തിച്ചാലറിഞ്ഞു കൂടാവതല്ലെന്നാകിലും നിൻ തിരുവടി തന്നെ സ്തുതിപ്പാൻ തോന്നിയിടുന്നു. സന്തതം അന്ധത്വം കൊണ്ടൊന്തൊരു മഹാമോഹം. അന്തവുമാദിയുമില്ലാതൊരു പരബ്രഹ്മ മന്ദാരാത്മിനി തെളിഞ്ഞുണർന്നു വസിക്കേണം. അന്ധകാരങ്ങളാനന്ദമൊരിക്കേണം. ബന്ധവും മറ്റു മോക്ഷപ്രാപ്തി മരുളേണം. അവ്യക്തമതി സൂക്ഷ്മമായൊരു ഭവദ്രൂപം ദുർവ്യക്തഭാവനീ ദേഹതരായ വിലക്ഷണം. ദുർഗ്രവമേകാമന്യൽ സകല ദൃശ്യം ജഡം ദുർഗ്രാഹ്യമനാത്മാ ജ്ഞാനാജ്ഞാനികൾ
എങ്ങനെ അറിയുന്നു മാനസ്യാവിധി രക്തം മങ്ങിയിടാതൊരു പരമാത്മാനും ബ്രഹ്മാനന്ദം. ബുദ്ധ്യാത്മഭാസങ്ങൾക്കുള്ളിയാക്യമായതു ജീവൻ ബുദ്ധ്യാദി സാക്ഷിഭൂതം ബ്രഹ്മമെന്നതു ന്യൂനം. നിർവികാര ബ്രഹ്മണി നിഖിലാത്മനി നിത്യേ നിർവിഷയാക്കേ യോഗജ്ഞാനമോഘവശാൽ ആരോപിക്കപ്പെട്ടൊരു തൈജസം സൂക്ഷ്മദേഹം ഐരണ്യമതു വിരാട് പുരുഷനദി സ്ഥൂലം ഭാവന വിഷയമായെന്നതു യോഗിന കേവലം തത്ര കാണായിടുന്നു ജഗത്തെല്ലാം ഭൂതമായതും ഭവ്യമായതും ഭവിഷ്യത്തും ഏതുനാ മഹത്വാത്യാവൃത സ്ഥൂലദേഹേ. ബ്രഹ്മാന്റെ കോശേ വിരാട് പുരുഷേ കാണാകുന്നു. സന്മമെന്ന പോലെ ലോകങ്ങൾ 14 സുഖരാം വിരാട് ഉപമാനമാകിയ ഭഗവാൻ താൻ മൂന്നംഗങ്ങളെല്ലാം 14 ലോകവും ന്യൂനം. പാതാളം പാദമൂലം പാശികൾ മഹാതലം നാദേത്തെ പുൽപം രസാതലവും തലാം ചാരുജാനുക്കളല്ലോ സുതലം രഘുപതേ ഊരുകാണ്ഡങ്ങൾ തവാ വിമതലതലവും ജഹനം മഹീതലം നാവിത്തേ നവസ്ഥലം ജഗന്നാഥോരോ സ്ഥലമായതു സുരലോകം കണ്ടദേശം തേ മകർലോകമെന്നറിയണം തുണ്ടമായതു ജനലോകമെന്നതു ന്യൂനം ശങ്കദേശം തേ തപോലോകമെന്നതിന്മീതെ പങ്കജയോനി വാസമാകിയ സത്യലോകം ഉത്തമാം തേ പുരുഷോത്തമ ജഗത്പ്രഭു തത്വമാത്രകാൽ മേഘജാലങ്ങൾ വേഷങ്ങളും ചക്രാതിലോകാപാലന്മാരെല്ലാം ഭുജങ്ങൾ തേ ദിക്കുകൾ കർണങ്ങൾ മജീഷുകൾ നാസികയും വക്രമായത് വഗ്നി നേത്രമാദിത്യൻ തന്നെ ചിത്രമെത്രയും മനസ്സായത് ചന്ദ്രനല്ലോ ഭൂഭംഗമല്ലോ കാലം വ്യക്തി വാഗ്പതിയല്ലോ കോപകാരണം അഹംഭാരമായത് രുദ്രൻ വാക്കെല്ലാം ചതസ്സുകൾ ദ്രംഷ്ടുകൾ ദേയമനല്ലോ നക്ഷത്രഭക്തികളെല്ലാം നിജഭക്തികളല്ലോ ആസമായതു മോഹകാരിണി മഹാമായ വാസന സൃഷ്ടിസ്ഥ വാഗാമോഷണമല്ലോ ധർമ്മം നിൻ പുരോഗഭാഗധർമ്മം പുഷ്ടഭാഗം ഉന്മേഷ നിമേഷങ്ങൾ ദിനരാത്രികളല്ലോ സപ്തസാഗരങ്ങൾ നിൻ കുക്ഷിദേശങ്ങളല്ലോ സപ്തമാരുതന്മാരെല്ലാം നിശ്വാസഗണമല്ലോ നദികളെല്ലാം തവനാടികളാവുന്നതും പൃഥ്വിവികാരങ്ങൾ അസ്ഥികളാവുന്നതും വൃക്ഷാദി ഔഷധങ്ങൾത്തെ രോമങ്ങളാവുന്നതും ദൃശ്യനാം ദേവൻ തന്നെ ഹൃദയമാകുന്നതും സൃഷ്ടിയായതും തപ രേതസ്സെന്നറിയണം പുഷ്ടമാമഹിമതേ കേവല ജ്ഞാനശക്തി സ്ഥൂലമായുള്ള വിരാട് പുരുഷരൂപം തവ കാലേ നിത്യവും ദാനിക്കുന്നുണ്ടവനാം മുക്തി. ശബരിയാശ്രമ പ്രവേശം. ഗന്ധർവനേവം ചൊല്ലി മറഞ്ഞോരനന്തരം സന്തുഷ്ടന്മാരായൊരു രാമലക്ഷ്മണന്മാരും ഘോരമാം വനത്തൂടെ മന്ദം മന്ദം പോയി ചെന്നു ചാരുത ചേർന്ന ശബരിയാശ്രമമകം പൂക്കാർ സംഭ്രമത്തോടു പ്രത്യുത്തായ താപസീ ഭക്ത്യാ സമ്പദിച്ചിതു പാദാംബോരുകായുഗത്തിങ്കൽ സന്തോഷപൂർണാശ്രുനേത്രങ്ങളോടവളും ആനന്ദം ഉൾക്കൊണ്ടു പാത്യാർഘ്യ സനാദികളാലേ പൂജിച്ചു തൽപാദ തീർത്ഥഭിഷേകവും ചെയ്തു ഭോജനത്തിനു ഫലമൂലങ്ങൾ നൽകിയിടിനാൾ. പൂജയും പരിഗ്രഹിച്ചാനന്ദിച്ചിരുന്നിതു രാജീവനേത്രന്മാരാം രാജനന്ദനന്മാരും. അന്നേരം ഭക്തി പൂണ്ടു തൊഴുതു ചൊന്നാളവൾ ധന്യയായി വന്നേനഹമിന്നു പുണ്യതിരികാൽ എന്നുടേ ഗുരുഭൂതന്മാരായ മുനിജനം നിന്നെയും പൂജിച്ചനേകായിരത്താണ്ടുവാണാർ. അന്നു ഞാൻ അവരെയും ശുശ്രൂഷിച്ചിരുന്നിതു പിന്നെ പോയി ബ്രഹ്മപദം പ്രാപിച്ചാരവർകളും. എന്നോടു ചൊന്നാരവരേതുമേ ഗേദിയാതെ ധന്യേ നീ വസിച്ചാലും ഇവിടെ തന്നെ നിത്യം
പന്നകശായി പരൻ പുരുഷൻ പരമാത്മാവൻ അവതരിച്ചിതു രാക്ഷസവതാർത്ഥമായി. നമ്മെയും ധർമ്മത്തെയും രക്ഷിച്ചു കൊള്ളുവാനിപ്പോൾ നിർമ്മലൻ ചിത്രകൂടത്തിങ്കൽ വന്നിരിക്കുന്നു. വന്നിടും ഇവിടേക്കു രാഘവൻ എന്നാലവൻ തന്നെയും കണ്ടു ദേഹത്യാഗവും ചെയ്താലും നീ വന്നിടുമെന്നാൽ മോക്ഷം നിനക്കുമെന്നു ന്യൂനം വന്നിതാ വണ്ണം ഗുരുഭാക്ഷിതം സത്യമല്ലോ. നിന്തിരുവടിയുടെ വരവും പാർത്തു നിന്തിരുവടിയെയും ധ്യാനിച്ചു വസിച്ചു ഞാൻ. സ്ത്രീപാദം കണ്ടുകൊള്ളുവാൻ മൽഗുരു ഭൂതന്മാരാം താപസന്മാർക്കു പോലും യോഗം വന്നിടയല്ലോ. ജ്ഞാനമില്ലാതെ ഹീനജാതിയിലുള്ള മൂടാ ഞാനിതിനൊട്ടും അധികാരിണിയല്ലായല്ലോ. വാഗ്മനോ വിഷയമല്ലാതൊരു ഭവദ്രൂപം കാൺമാനും അവകാശം വന്നതു മഹാഭാഗ്യം. തൃക്കഴലിന കൂപ്പി സ്തുതിച്ചു കൊള്ളുവാനും മിങ്ങുൾ കമലത്തിൽ അറിയ പോകതയാനിതേ. രാഘവൻ അതു കേട്ടു ശബരിയോട് ചെന്നാനാകുലം കൂടാതെ ഞാൻ പറയുന്നതു കേൾനീ. പുരുഷ സ്ത്രീ ജാതി നാമാത്രമാദികളല്ല കാരണം നമ ഭജനത്തിനു ജഗത്രയേ. ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും മുക്തി വന്നിടുവാനുമില്ല മറ്റേതുമൊന്നും. തീർത്ഥസ്നാനാദി തപോദാന വേദ്യായന ക്ഷേത്രോപവാസ യാഗാദി അഖില കർമ്മങ്ങളാൽ ഒന്നിനാലൊരുത്തനും കണ്ടുകിട്ടുകയില്ല എന്നേ മൽഭക്തിയൊഴിഞ്ഞൊന്നുകൊണ്ടൊരു നാളും. ഭക്തി സാധനം സംക്ഷേപിച്ചു ഞാൻ ചൊല്ലിയിടുവാൻ ഉത്തമേ കേട്ടുകൊള്ളുക മുക്തി വന്നിടുവാനായി. മുഖ്യ സാധനമല്ലോ സജ്ജന സംഘം പിന്നെ മൽക്കഥാലാഭം രണ്ടാം സാധനം. മൂന്നാമതും മൽഗുണേരണം പിന്നെ മധ്യച്ചോ വ്യാഖ്യാതൃത്വം മൽക്കലാജാത ചര്യോപാസനം അഞ്ചാമതും. പുണ്യശീലത്വം യമനിയമാദികളോടും എന്നെ മുട്ടാതെ പൂജിക്കുന്നുള്ളതാറാമതും. മന്മന്ത്രോപാസത്വം ഏഴാമതെട്ടാമതും. മംഗലശീലേ നീ കേട്ടു ധരിച്ചു കൊള്ളേണം നീ. സർവഭൂതങ്ങളിലും മന്മതിയുണ്ടാകയും സർവദാ മൽഭക്തന്മാരിൽ പരമാസക്തിയും സർവബാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കയും സർവലോകാത്മാ ഞാൻ എന്നെപ്പോഴും ഉറയ്ക്കയും. മത്തത്വ വിചാരം കേളൊമ്പതാമതു ഭദ്രേ ചിത്തശുദ്ധിക്കു മൂലമാതി സാധനം ന്യൂനം. ഉക്തമായിതു ഭക്തി സാധനം നവവിധ മുക്തമേ ഭക്തി നിത്യമാർക്കുള്ളൂ വിചാരിച്ചാൽ. ഈ ഒരു ഉദ്യമത്തിലേക്ക് എന്നെ നിങ്ങൾ സ്നേഹത്തോടെ ക്ഷണിച്ചാൽ ആദ്യമായി നന്ദി അർപ്പിക്കട്ടെ. അതോടൊപ്പം തന്നെ ഈ ഉദ്യമത്തിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ഇന്ന് നമ്മള് ആരണ്യകാണ്ഡത്തിലെ 13ാമത്തെ ദിവസമായ ആരണ്യകാണ്ഡത്തിലെ കബന്ധഗതി, കബന്ധസ്തുതി, ശരണ്യ ആശ്രമ പ്രവേശനം, ഈ 3 ഭാഗങ്ങളാണ് ഇന്ന് നമുക്കിവിടെ പ്രതിപാദിക്കാനായിട്ടുള്ളത്. ഇതില് ശരിക്കും സംഭാഷണത്തിലേക്ക് വന്നിരിക്കുന്നത് ശ്രീരാമൻ, അതുപോലെ തന്നെ ലക്ഷ്മണൻ, അതുപോലെ ശ്രീരാമൻ ലക്ഷ്മണന്റെ ഈ ഒരു സംഭാഷണം ആണ് നമ്മൾ ഇതിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തിലേക്ക് അത് ശ്രീരാമൻ ലക്ഷ്മണൻ, അതായത് ജ്യേഷ്ഠാനുജന്മാരുടെ ഒരു സ്നേഹത്തിന്റെ ഒരു കൂട്ടായ്മയാണ്, ഒരു കൂടിച്ചേരല് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് ശരിക്കും കാണാൻ കഴിയും. കാരണം അനുജൻ ജ്യേഷ്ഠനോട് ജ്യേഷ്ഠൻ അനുജനോട് പറയുകയാണ്, പിന്നെ കാട്ടിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു സത്വം, അതായത് ഒരു ഭീകര ജീവി അവരുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ ധൈര്യത്തോടെ തന്നെ മുന്നേറാൻ ജ്യേഷ്ഠനോട് അനുജൻ പറയുന്ന ഒരു ഭാഗമാണ്. ആ ഒരു ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്താ പറയുക,
ഇപ്പോൾ നമ്മുടെ ഇടയിൽ കുടുംബങ്ങളിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും സഹോദര സ്നേഹം ഇല്ലായ്മ നമ്മൾ ശരിക്കും കണ്ടുകൊണ്ടുവരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ഭാഗത്തിന് ഒട്ടേറെ പ്രസക്തിയുണ്ട്. കാരണം നമ്മുടെ കുടുംബത്തിൽ തന്നെ ഏട്ടൻ അനിയനോട് പറയല്ല, അനിയൻ ഏട്ടനോട് പറയുമ്പോൾ ആ ഒരു ഭാഗം നമുക്ക് കേൾക്കാതെ അവര് തന്നിഷ്ടത്തിലൂടെ നടന്നു പോകുന്ന ഒരു അവസ്ഥയില് ഈ ഒരു ഭാഗം നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നു. ജ്യേഷ്ഠാനുജന്മാരുടെ ഒരു സംഭാഷണമാണ്, ഒരു സഹോദര ബന്ധമാണ് ഇതിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അഹങ്കാരം കൊണ്ട് നമുക്ക് ഒന്നും നേടാൻ സാധിക്കില്ല എന്നും ഈ ഒരു ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നു. അതുപോലെ തന്നെ അജ്ഞത കൊണ്ടാണല്ലോ ആ ഒരു ഭീകര ജീവിക്ക് ഇങ്ങനെയൊരു ശാപം കിട്ടുകയും ആ ശാപത്തിൽ നിന്ന് മോക്ഷം നേടാൻ ശ്രീരാമനും അതുപോലെ തന്നെ ലക്ഷ്മണനും പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവരുടെ ആ കൈകൾ മുറിച്ചു മാറ്റുമ്പോഴാണ് അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ജീവിക്കാൻ, അതായത് പൂർവ്വസ്ഥിതിയിലേക്ക് മാറാൻ കഴിയുന്നു എന്നും ഇതിൽ നമുക്ക് മനസ്സിലാക്കുന്നു. കാരണം എന്താ പറയാ, അഹങ്കാരം കൊണ്ട് നമ്മൾ എവിടെയും പേരാതെ അഹങ്കാരത്തിലൂടെ നമുക്ക് കിട്ടുന്ന ജീവിതത്തിൽ ഒരുപാട് ദുരനുഭവങ്ങൾ ഈ ഒരു ഭാഗത്തിൽ നമുക്ക് പ്രതിപാദിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു. അതുപോലെ തന്നെ മനസ്സ്, പഞ്ചഭൂതങ്ങള് ഈ ഒരു ഭാഗത്ത് നമുക്ക് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഭക്തി, ജ്യേഷ്ഠാനുജന്മാരുടെ ഭക്തി നമുക്ക് അത് കണ്ട് ഈ രാമായണ പാരായണത്തിലൂടെ തന്നെ നമുക്ക് ജീവിതം തന്നെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ കുടുംബം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ഒരു ഭാര്യയെ എങ്ങനെ സംരക്ഷിക്കണമെന്നും അതുപോലെ നമ്മളുടെ അച്ഛനമ്മമാരെ എങ്ങനെ നമ്മൾ പെരുമാറണമെന്നും രാമായണത്തിലുടനീളം കഴിഞ്ഞ ഭാഗങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ഭക്തിയുണ്ടെങ്കിലും അതുപോലെ തന്നെ സ്നേഹവും ബഹുമാനവും ഉണ്ടെങ്കിലും നമുക്ക് ഏതൊരു കാര്യത്തിലും വിജയം നമുക്ക് കൈവരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ നമ്മള് ഇതിൽ കാണുന്നത് ഒരു സ്ത്രീയാണ്, അതായത് ശ്രീരാമന്റെ ഭാര്യ സീതയെ കട്ടുകൊണ്ടു പോയപ്പോൾ ഇപ്പോഴത്തെ ഒരു അനുഭവം വെച്ച് പറയുമ്പോൾ ഒരാളെ കട്ടുകൊണ്ട് പോകുമ്പോൾ അത് നമുക്ക് ആ ഒരു ഇതിലേക്ക്, അതായത് ഇപ്പൊ വാട്സപ്പിലൂടെ മറ്റുള്ള കാര്യങ്ങളിലൂടെ അന്വേഷിക്കുക അല്ലാണ്ട് വേറൊരു കാര്യത്തിലേക്കും ഇതില് നമുക്ക് വരാൻ സാധിക്കില്ല. അന്നത്തെ ഒരു കാലം കാട്ടിലൂടെ അത്ര അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ട് പോലും ജ്യേഷ്ഠത്തി അമ്മയെ കണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് ജ്യേഷ്ഠനോടൊപ്പം സഹോദരന്റെ കൂടെ ഒത്തൊരുമിച്ച് നിന്ന ഒരു മനോഭാവം അതിലേക്ക് കൊണ്ടുവരുമ്പോ ആ ഒരു ഭാഗം നമ്മളെ കുടുംബത്തിലേക്കൊക്കെ ശരിക്കും കൊണ്ടുവരേണ്ടതും നമ്മളുടെ സഹോദര സ്നേഹം ഊട്ടിയുറപ്പിക്കേണ്ടതും ഏറെ പ്രസക്തമായ ഒരു ഭാഗമാണ് ഈ 13ാമത്തെ ദിവസത്തിന്റെ ആജ്ഞാണ്ഡത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ രാമനാമം എപ്പോഴും നമ്മൾ ഉച്ചരിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ രാമ രാമ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഭക്തി നിർലിപമായ കുറെ കാര്യങ്ങളാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സനാതനത്തിന്റെ പൊരുൾ വ്യക്തമാക്കുന്ന ഒരു ഭാഗം കൂടിയാണ് ശരണ്യാശ്രമ പ്രവേശം. സനാതനത്തിന് വ്യക്തമാക്കുന്ന, അതായത് സനാതനത്തിൽ സ്ത്രീ പുരുഷ വിവേചനത്തിനോ ജാതി ചിന്തയ്ക്കോ വിഭാഗീയതയ്ക്കോ സ്ഥാനമില്ലെന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നു. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ഇന്നത്തെ ഒരു വനിതാവേദിയുടെ ഒരു ഭാഗം തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഇന്ന് പങ്കെടുക്കാൻ ഇന്നലെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് സ്ത്രീകൾക്ക് എത്രത്തോളം പ്രാധാന്യം നമ്മുടെ കുടുംബത്തിൽ നിന്ന് കിട്ടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. സ്ത്രീ സ്വാതന്ത്ര്യം പണ്ട് കാലങ്ങളിലൊന്നും സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു സമയത്ത് ഈ ഒരു അവസരത്തില് നമുക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം നമുക്ക് നമ്മുടെ കൂടത്തുള്ള നമ്മുടെ സഹോദരന്മാരാണെങ്കിലും അച്ഛനമ്മമാരാണെങ്കിലും നമ്മുടെ ഭർത്താക്കന്മാരാണെങ്കിലും നമുക്ക് നൽകിക്കൊണ്ട് നമ്മളുടെ ഒപ്പം തന്നെ നിൽക്കുന്നു. അതിന്റെ ഒരു ഉത്തമോദാഹരണമാണ് നമ്മളുടെ ഈ വയനാടൻചെട്ടി സമുദായത്തിലെ വനിതാ വേദിക്കൊക്കെ പ്രാധാന്യം ഏറ്റവും കൂടുതൽ നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചു. അവരോടൊപ്പം നമുക്ക് തോളോട് തോള് ചേർന്ന് നിൽക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. പണ്ട് കാലഘട്ടങ്ങളിലാണെങ്കിൽ നമുക്ക് സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ പറ്റായും
ഒപ്പം ഒന്ന് പുറത്തു പോകണമെങ്കിൽ നമ്മുടെ ഭർത്താക്കന്മാരോട് അനുവാദം ചോദിച്ച് അല്ലെങ്കിൽ കുടുംബനാഥന്മാരോട് അനുവാദം ചോദിച്ച് 2 ദിവസങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ടാണ് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പോകാൻ നമുക്ക് സാധിക്കുന്നത്. ഇന്നതല്ല, ഇന്നൊക്കെ അതിനൊക്കെ ഒരു മാറ്റം വന്നുകൊണ്ട് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കേണ്ട കുറെ കാര്യങ്ങൾ നമുക്ക് അന്ന് മുതൽ ഇന്ന് വരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ രാമായണം നമ്മുടെ ഓരോ കുടുംബത്തിലും വിജയത്തിന്റെ പാതയിലേക്ക് നമുക്ക് നയിക്കാൻ ഏറ്റവും കൂടുതൽ സാധിക്കണം. അതിനു വേണ്ടിയിട്ട് ഈ ഒരു ഉദ്യമം നമുക്ക് ഓൺലൈനായിട്ട് തമിഴ്നാട് സമിതി നേതൃത്വം നൽകി കൊണ്ടുവരുന്ന ഈ ഒരു ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ എന്റെ എളിയ വാക്കുകൾ എന്തെങ്കിലും കാതലുണ്ടെങ്കിൽ എല്ലാവരും കൂടുതൽ ഇതിന് ഈ ഒരു രാമായണം നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും എത്തിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു. ഇനിയും കൂടുതൽ തമിഴ്നാട്ടിൽ മാത്രമല്ല കേരളത്തിലും എല്ലാ കുടുംബങ്ങളിലും എത്തിച്ചുകൊണ്ട് ഈ രാമായണ പാരായണം അടുത്ത വർഷങ്ങൾ ഒരു 100% എത്താൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ഭാഗം ഇത്രമാത്രം പ്രതിപാദിച്ചുകൊണ്ട് നിർത്തട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ് ശ്രീരാം. എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് PK ബാലകൃഷ്ണൻ പറക്കൊല്ലി. വയനാടൻ ചെട്ടി സർവീസ് സൊസൈറ്റി തമിഴ്നാട് ഘടകം നടത്തപ്പെടുന്ന രാമായണ മാസാചരണം ഇന്ന് 13ാം ദിനമാണ്. ഇന്നത്തെ പാരായണം വയനാടൻ ചെട്ടി സർവീസ് സൊസൈറ്റി കൊട്ടാട് സമിതിയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ സമുദായത്തിന്റെ മാർഗദർശിയും സമുദായത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി പ്രഭാതം മുതൽ പ്രദോഷം വരെ അഹോരാത്രം പാടുപെടുന്ന പ്രവർത്തിച്ചു വരുന്ന നമ്മുടെ കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ശ്രീധരൻ അമ്പലക്കുണ്ട് അവറുകളെ, തമിഴ്നാട് ഘടകം പ്രസിഡന്റ് ബഹുമാനപ്പെട്ട വേണുഗോപാൽ മണലോൽ അവറുകളെ, വൈസ് പ്രസിഡന്റ് വിജയൻ ചെറുന്നവറുകളെ, സെക്രട്ടറി ബഹുമാനപ്പെട്ട ഷൺമുഖൻ ഐനിവരെ അവറുകളെ, ജോയിന്റ് സെക്രട്ടറി പ്രഭാകരൻ മാസ്റ്റർ പടിക്കമ്പേൽ അവറുകളെ, ഖജാൻജി ബഹുമാനപ്പെട്ട സതീഷ് നെല്ലിമേട് അവറുകളെ, മറ്റു ഭാരവാഹികളെ, വനിതാ പ്രസിഡന്റ് തമിഴ്നാട് വനിതാ പ്രസിഡന്റ് ശ്രീമതി യശോദ അവറുകളെ, ഇങ്ങനൊരു പ്ലാറ്റ്ഫോം തയ്യാറാക്കി ഒരു ഓൺലൈൻ വേദി ഒരുക്കി രാമായണ പാരായണം ചെയ്യാൻ അഹോരാത്രം പാടുപെട്ട് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചെറുകുന്ന് വിജയൻ അവറുകളെ, ശിവദാസൻ കോളിമാട് അവറുകളെ, രാജേഷ് പാട്ടവേൽ അവറുകളെ, മറ്റ് തമിഴ്നാട് ഘടകത്തിലുള്ള എല്ലാ പ്രാദേശിക ഭാരവാഹികളെ, വനിതാ കമ്മിറ്റി ഭാരവാഹികളെ, ഇന്ന് കൊട്ടാട് സമിതി അവതരിപ്പിക്കുന്ന എല്ലാ ഭാരവാഹികൾക്കും രാമായണ പാരായണം ചെയ്യാൻ വെൽക്കം ചെയ്ത പ്രസന്നൻ മാടക്കര അവറുകളെ, പാരായണം ചെയ്ത കൊട്ടാട് വനിതാ കമ്മിറ്റി സെക്രട്ടറി ശ്രീമതി പങ്കയാഷ് പറക്കൊല്ലി അവറുകളെ, വനിതാവേദി കൊട്ടാട് പ്രസിഡന്റ് ശ്രീമതി ശ്രീദേവി അവറുകളെ, എപ്പോഴും അഹോരാത്രം വനിതാവേദിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രസീത മാടക്കര അവറുകളെ, നമുക്ക് നല്ലൊരു പ്രസംഗം നടത്തി
രാമായണം എന്തെന്നും അതിന്റെ പ്രയോജനം എന്തെന്നും നമുക്ക് വ്യക്തമാക്കി തന്ന നമ്മുടെ കഥാവതരണം ചെയ്ത കേരള ഘടക വനിതാവേദി പ്രസിഡന്റ് ശ്രീമതി സുശീല വരിക്കേരി അവരുകളെ ശ്ലോകം ആലപിക്കാൻ കാത്തു നിൽക്കുന്ന ഞങ്ങളുടെ സമിതിയിലെ കൊച്ചു മിടുക്കി അനശ്വരമുള്ള അവരുകളെ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ വിനീതമായ ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും രാമായണം ഇന്നും ജനമനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്നു. നമ്മുടെ മനസ്സിനെ ഈശ്വരനോട് ബന്ധിച്ചാൽ, അവിടത്തേക്ക് സമർപ്പിച്ചാൽ അതിലെ മാലിന്യങ്ങൾ അകന്ന് നമുക്ക് മനസ്സ് ശുദ്ധമായി തീരും. മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളിൽ ഒന്നായ ശ്രീരാമൻ പൂർണ്ണമായും മനുഷ്യനായി ജീവിച്ച് കലിയുഗത്തിൽ ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് വ്യക്തമാക്കി തരുന്ന മഹാകാവ്യമാണ് രാമായണം. മഹാഗ്രന്ഥത്തിന്റെ പുണ്യം നുകരാൻ ജനം വ്രതം നോക്കിയിരിക്കുന്ന കാലം. സമർപ്പണത്തിന്റെയും സ്നേഹത്തിന്റെയും ധർമ്മത്തിന്റെയും ഗ്രന്ഥമാണ് രാമായണം. നമ്മുടെ മനസ്സ് നാം അറിയാതെ ഏത് സമയവും മറ്റുള്ളവരുമായുള്ള താരതമ്യം ചെയ്തുകൊണ്ടിരിക്കും. ഒരു വലിയ സുഹൃത്തിന്റെ പുതിയ വീട്, അല്ലെങ്കിൽ അവന്റെ ആരോഗ്യം, അല്ലെങ്കിൽ അവരുടെ സൗന്ദര്യം, അല്ലെങ്കിൽ വിദ്യാഭ്യാസം, മറ്റു കഴിവുകളുള്ള ഒരാളെ കണ്ടാൽ ഉടനെ അതുപോലെ സൗന്ദര്യവും വിദ്യാഭ്യാസവും മറ്റു കഴിവുകളും എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അവർക്കുള്ള കഴിവുകൾ, സൗഭാഗ്യങ്ങളെ എനിക്ക് കിട്ടിയില്ലല്ലോ എന്നോർത്ത് പരിതപിക്കുകയും ചെയ്യും. എപ്പോഴും നമ്മളെക്കാൾ മികച്ചവരോട് സ്വയം താരതമ്യം ചെയ്യാനാണ് നമുക്ക് താല്പര്യം. നമ്മളെക്കാൾ കഷ്ടപ്പെടുന്നവരെ അപേക്ഷിച്ച് നമ്മുടെ സ്ഥിതി എത്ര ഭേദമാണെന്ന് നമ്മൾ ചിന്തിക്കാറില്ല. ഇത്തരത്തിലുള്ള ആഗ്രഹം ദുഃഖത്തിന് വഴിതെളിയിക്കും. മഹാഭാരതത്തിലെ ദുര്യോധനൻ അസൂയയുടെ മൂർത്തിഭാവമായിരുന്നു. ഭീമന്റെ കായിക ബലവും അർജുനന്റെ അസ്ത്രപാഠവും പാണ്ഡവരുടെ ജനസമ്മതിയും ദുര്യോധനന്റെ മനസ്സിൽ അടക്കാനാകാത്ത അസൂയ ജനിപ്പിച്ച് അസൂയയിൽ വെന്തരിഞ്ഞ ദുര്യോധനന് ഒരു നിമിഷം പോലും ശാന്തമായിരിക്കാനോ രാത്രിയിൽ ഉറങ്ങാനോ കഴിയാതെ സ്വന്തം കുലത്തിന്റെ തന്നെ നാശത്തിന് കാരണമായി. പ്രിയമുള്ളവരെ, നമ്മളും നല്ല നല്ല ഗ്രന്ഥങ്ങൾ, രാമായണം പോലുള്ള ഗ്രന്ഥങ്ങൾ പഠിച്ച് നമ്മുടെ മക്കൾക്ക് ആ പാഠം പഠിപ്പിച്ച് നമുക്കും നമ്മൾ മനസമാധാനത്തോടുകൂടി ജീവിക്കുക, ശാന്തമായിട്ട് ജീവിക്കുക, നല്ല സംസ്കാരമുള്ളവനായി ജീവിക്കുക, മനസ്സുള്ളവനായി ജീവിക്കുക. അപ്പോൾ നമുക്ക് തീർച്ചയായും ദൈവത്തിന്റെ ഡിവോഷൻ, ദൈവത്തിന്റെ ദൈവാനുഗ്രഹം നമുക്ക് കിട്ടും. അതിന് യാതൊരു സംശയമില്ല. ഇന്നെനിക്ക് അതേമാതിരി മാതാപിതാ ഗുരുദൈവം നമ്മുടെ 10 മാസം വയറ്റിൽ നൊന്ത് പ്രസവിച്ച നമ്മുടെ പ്രിയപ്പെട്ട മാതാവിനെ ശുശ്രൂഷിക്കേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെ കടമയാണ്. അതുമാതിരി മാതാവിനൊപ്പം നമ്മുടെ പോറ്റി വളർത്തിയ പിതാവിനെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ ശുശ്രൂഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. എന്നാൽ മാത്രമേ നമുക്ക് ദൈവാനുഗ്രഹം കിട്ടുകയുള്ളൂ. അതുമാതിരി നമ്മുടെ ക്ഷേത്രങ്ങളിൽ, നമ്മുടെ ചെട്ടി സമുദായത്തിന് നമ്മളുടെ കുലദൈവമാണ് ഏറ്റവും അടിസ്ഥാനം. അതായത് കുടുംബദേവന്മാര്, കുടുംബദേവിമാര്, അവരെയാണ് ആദ്യം നമ്മൾ പൂജിക്കേണ്ടതും. ആ അമ്പലങ്ങളിൽ പോയി വഴിപാടുകൾ കഴിച്ച് നമുക്ക് അതിന്റെ ദൈവാനുഗ്രഹം വാങ്ങണം. അതിനുശേഷമാണ് നമ്മൾ
വലിയ വലിയ ക്ഷേത്രങ്ങളിലേക്ക്, പഴനിയിലേക്കും അതുമാതിരി ശബരിമലയിലേക്കും ഒക്കെ പോകേണ്ടത്. നമുക്ക് അടിസ്ഥാനം നമ്മുടെ കുടുംബക്ഷേത്രമാണ്. കുടുംബക്ഷേത്രത്തിൽ നമ്മൾ പോയി നമ്മളുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ദൈവാനുഗ്രഹം വാങ്ങേണ്ടത് നമ്മളുടെ ഓരോരുത്തരും കടമയാണ്. ഇനി നമ്മൾക്ക് എനിക്കുള്ള കടമ നന്ദി പ്രകാശിപ്പിക്കുക. വയനാടൻ ജട്ടി സർവീസ് സൊസൈറ്റി തമിഴ്നാടിന്റെ നെടുന്തൂണായി പ്രവർത്തിക്കുന്ന, ഉയരങ്ങളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന, നെടുന്തൂണായി പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട വേണു മണൽവയലിനും അതുമാതിരി അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്ന നമ്മുടെ വൈസ് പ്രസിഡന്റ് വിജയൻ പറപ്പള്ളി അവർക്കും അതുമാതിരി സെക്രട്ടറി ഷൺമുഖൻ അയനിവരെ അവർക്കും, ജോയിന്റ് സെക്രട്ടറി പ്രഭാകരൻ മാസ്റ്റർ അവർക്കും, മറ്റു ഭാരവാഹികളും ഞാൻ എൻ്റെ സ്വന്തം പേരിലും കൊട്ടാട് സമിതിയുടെ പേരിലും നന്ദി പ്രകാശിപ്പിക്കുന്നു. അതുമാതിരി നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയിൽ എപ്പോഴും ഒരു പ്ലാറ്റ്ഫോമായി, ഓൺലൈൻ പ്ലാറ്റ്ഫോം, ഒരു വേദി ഒരുക്കി തന്ന, ബുദ്ധിപരമായിട്ടും ഇതുവരെ നമ്മുടെ ഇന്നത്തെ പ്രഭാഷണത്തില് നമ്മുടെ നൂൽപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിക്കുകയുണ്ടായി. രാമായണ പാരായണം എന്തെന്നും ഇപ്പൊ കേട്ട് മനസ്സിലാക്കാൻ ഉള്ള ഒരു വേദിയാണിത്. നമ്മുടെ 20% വീടുകളിലും ഈ ഗ്രന്ഥമില്ല. ഈ പരിപാടി തുടങ്ങിയ മുതൽ എല്ലാ ഭവനങ്ങളിലും ഇന്ന് രാമായണം വാങ്ങിക്കഴിഞ്ഞു. എല്ലാവരും പാരായണം ചെയ്യാൻ തുടങ്ങി. ഈ ഓൺലൈൻ പരിപാടിയും കാണാൻ കഴിഞ്ഞു. അപ്പൊ ഇതൊരു വലിയൊരു മഹാ പരിപാടിയാണ് ഈ 3 പേരും കൂടി ചെയ്തത്. അവർക്കും എൻ്റെ സ്വന്തം പേരിലും കൊട്ടാട് സമിതിയുടെ പേരിലും നന്ദി പ്രകാശിപ്പിക്കുന്നു. അതുമാതിരി നമ്മുടെ വനിതകളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി രാവും പകലും അഹോരാത്രം പ്രയത്നിക്കുന്ന നമ്മുടെ വനിതാവേദി തമിഴ്നാട് ഘടക പ്രസിഡന്റ് ശ്രീമതി യശോദ അവർക്കും എൻ്റെ സ്വന്തം പേരിലും കൊട്ടാട് സമിതിയുടെ പേരിലും നന്ദി പ്രകാശിപ്പിക്കുന്നു. അതുമാതിരി ഇന്ന് ഈ നമ്മുടെ തമിഴ്നാട് ഘടകത്തിലെ എല്ലാ സമിതികളിലെ സെക്രട്ടറി, പ്രസിഡന്റ്, മറ്റംഗങ്ങൾക്കും എൻ്റെ സ്വന്തം പേരിലും കൊട്ടാട് സമിതിയുടെ പേരിലും നന്ദി പ്രകാശിപ്പിക്കുന്നു. അതുമാതിരി ഇന്ന് പാരായണം ചെയ്ത ഞങ്ങളുടെ സമിതി കൊട്ടാട് WCSS കൊട്ടാട് സമിതി ഭാരവാഹികളായ കൊട്ടാട് സമിതിയിലെ പ്രസിഡന്റ് വെൽക്കം സ്വാഗത പ്രകടനം ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തിനും എൻ്റെ സ്വന്തം പേരിലും സമിതിയുടെ പേരിലും ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു. അതുമാതിരി കൊട്ടാട് വനിതാവേദി സെക്രട്ടറി ശ്രീമതി പങ്കാക്ഷി ടീച്ചർക്കും എൻ്റെ സ്വന്തം പേരിലും സമിതിയുടെ പേരിലും നന്ദി പ്രകാശിപ്പിക്കുന്നു. അതുമാതിരി തന്നെ കൊട്ടാട് വനിതാവേദി പ്രസിഡന്റ് ശ്രീമതി ശ്രീദേവി അവർക്കും എൻ്റെ സ്വന്തം പേരിലും സമിതിയുടെ പേരിലും നന്ദി പ്രകാശിപ്പിക്കുന്നു. അതുമാതിരി നമ്മുടെ കൊട്ടാട് വനിതാവേദിയിലെ ഒരു നല്ല പ്രവർത്തക പ്രസീത മാടക്കര അവർക്കും എൻ്റെ സ്വന്തം പേരിലും സമിതിയുടെ പേരിലും നന്ദി പ്രകാശിപ്പിക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ കഥാവതരണം നല്ല രീതിയിൽ നടത്തി ശ്രീമതി ശീല വരിക്കേരി അവർക്കും എൻ്റെ സ്വന്തം പേരിലും സമിതിയുടെ പേരിലും നന്ദി പ്രകാശിപ്പിക്കുന്നു. അടുത്തായിട്ട് ശ്ലോകം ചൊല്ലാൻ റെഡിയായിരിക്കുന്ന ഞങ്ങളുടെ
സമിതിയിലെ ഒരു കൊച്ചുമകൾ അനശ്വരം മോൾക്കും എൻ്റെ സ്വന്തം പേരിലും സമിതിയുടെ പേരിലും നന്ദി പ്രകാശിപ്പിക്കുന്നതോടൊപ്പം ഈ രാമായണ നാളുകളിൽ എല്ലാവർക്കും നന്മയും എല്ലാ ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഞാൻ വിരമിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനശ്വര പ്രസന്നൻ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം